ഹായ്, ഇന്ന് നമ്മളെ കാത്തുമ്മയുടെ അതായത് ഇഷാരക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ വെച്ച് അമ്പലത്തിൽ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ വക സമ്മാനമാണ് കുറച്ച് കഥാബുക്കുകൾ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥ കേൾക്കാനും കഥ പറയാനും ഒക്കെ. അപ്പോൾ അതാണ് അമ്മ കൊടുത്തു. എന്നിട്ട് അച്ചാച്ചയുടെ അടുത്ത് പറയാണ് സമ്മാനം കിട്ടിയത് കഥാബുക്കാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അവരമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങാണ്. എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ അമ്പലത്തിൽ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് അവിടെ പോയി തൊഴുത്ത് പോന്നു. അതിനുശേഷം ഞാൻ എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പറ്റുന്നത് മാത്രം ഞാൻ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നടത്താണ് ഇവിടെ. അത് കണ്ടത് അച്ഛൻ്റെ അനിയനാണ്, ഇവിടുത്തെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. ആൾ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു, മേമയും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിറന്നാൾ സമ്മാനമായിട്ട് ഈ ഒരു പട്ടുപാവാടയും ഒരു ഉടുപ്പാണ് കിട്ടിയത്. അപ്പം അത് അപ്പം തന്നെ ഇടിപ്പിച്ചു. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞിറങ്ങാണ്. ഊണ് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വന്നു അവൾക്കുള്ള സമ്മാനം കൊടുത്തു പോയി, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇവളിവിടെയും അവിടെയും എല്ലായിടത്തും ഒരു കണ്ണിലുണ്ണി തന്നെയാണ് കേട്ടോ. കുറേ വർഷം കഴിഞ്ഞിട്ടുണ്ടായ ഒരാളല്ലേ. അപ്പോൾ അതിന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ പിറന്നാൾ കുട്ടിക്ക് വിളക്കത്തിലയൊക്കെ വെച്ച് ചോറുണ്ണാണ്. ഞാൻ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ, അതാണ് ഞാൻ അവിടെ ഇല്ലാത്തത്. പിന്നെ അവളുടെ ചേച്ചി ഉണ്ട് ഇവിടെ, അവളുടെ മെയിൻ ആളാണ് അവളുടെ ചേച്ചി, അച്ഛമ്മ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, ഓർഫനേജ് അല്ല അഗതി മന്ദിരം, അവിടെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം നമുക്ക് കുഞ്ഞു പാർട്ടി ഉണ്ട്. അപ്പോൾ സിനി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ട മേമ്മയുടെ മോളാണ് സിനി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ടിക്കുള്ള ഐറ്റംസാണ്. കിഡ്സ് പാർട്ടിയാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ഉണ്ട്, ലഡു ഉണ്ട്, ഇത് പരിപ്പ് വട, പിന്നെ കട്ട്ലേറ്റ്. ഫസ്റ്റ് കണ്ടത് നന്നാരി സർവത്തായിരുന്നു. ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. പിന്നെ പായസം, പാലട പായസം, ഇതൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരം ഇതാണ് ആളുടെ ഡ്രസ്സ്, ലാവണ്ടർ കളറായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള നൈബറായിട്ടുള്ള ബിജുവേട്ടൻ ഫാമിലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മളുടെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാം, നല്ല കേക്കാണ്, ധൈര്യമായിട്ട് വാങ്ങാം. അങ്ങനെ എല്ലാ ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ പറയാറുള്ളത് തന്നെയാണ്. അങ്ങനെ ഇനി കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ടിംഗ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് ആർക്കും അങ്ങനെയില്ല. കിഡ്സ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും എല്ലാവരുടെ വീട്ടിലും പോകുമ്പോൾ കാണുന്നതാണ് കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അവൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബർത്ത്ഡേ, അതുപോലെ ഒരു ബർത്ത്ഡേ വേണമെന്ന്. അതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരും പിന്നെ അടുത്തുള്ളവരും എൻ്റെ അച്ഛനും അമ്മയും സിനിയും ആണ് ഉണ്ടായിരുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നുവെച്ചാൽ ഒരു അടിപൊളി കുഞ്ഞു പാർട്ടിയാണ്. അവൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം അല്ലേ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടോ. ആ ഒരു സന്തോഷത്തിനാണ് ഇത്രയും നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. എല്ലാവരുടെ ബർത്ത്ഡേക്ക് പോയാലും അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബലൂണുണ്ട്, തൊപ്പിയുണ്ട്, കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടിരുന്നതാണ് അവൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ നടത്താമെന്ന്, പക്ഷെ അതൊരു വലിയ രീതി തന്നെയായി. അച്ഛനും അമ്മയും കഴിച്ചു കഴിഞ്ഞു, അച്ഛമ്മയ്ക്ക് കൊടുത്തു, ഇനി മുത്തശ്ശനും അമ്മൂമ്മയും കൊടുക്കണം, അത് കഴിഞ്ഞ് അമ്മായി, പിന്നെ അവളുടെ ഫ്രണ്ട്സ്, മെയിനായിട്ട് വസുവിന് കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആരാണ് വസു കേട്ടോ. കേക്ക് എന്താ പറയുക, കൊണ്ടുവന്നപ്പോൾ തന്നെ ഫ്രണ്ട്സ് വരുന്നില്ലല്ലോ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ഇതാണ് വസു. രണ്ടുപേരും ഏകദേശം 1.5 ആഴ്ച വ്യത്യാസമുള്ളൂ. പിന്നെ വസുവിൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത് വരുന്നത്. പിന്നെ അടുത്തുള്ള വൈകിയും വാമിയും അതുപോലെ അപ്പു, മാധവ്, ശ്രീകുട്ടൻ, പിന്നെ ദേവുട്ടി, അവരൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ട്സ്. പിന്നെ അടുത്ത വീട്ടിലുള്ള സായിപ്പ് ചേട്ടൻ, ഹെവൻ,
അച്ചു കിച്ചു, ദിയ, അങ്ങനെ പിന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്തുള്ള കുട്ടികൾ. അപ്പോൾ അവരൊക്കെ എല്ലാവരും വന്ന് നല്ല ഹാപ്പി ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ അതാ നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കേണ്ട ആവശ്യമുണ്ട് തോന്നിയില്ല, അതുകൊണ്ട് എടുത്തില്ല. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോയത് അച്ഛനമ്മ സിനി കണ്ണൻ അവരായിരുന്നു. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇത് ഞാൻ അടുത്ത വീട്ടിൽ സ്നാക്സൊക്കെ കൊടുത്തു വരുന്ന നേരം കൊണ്ട് ഒരാൾ അൺബോക്സിങ്ങൊക്കെ കഴിഞ്ഞു, ഗിഫ്റ്റ് അൺബോക്സിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയ ഗിഫ്റ്റുകൾ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി എല്ലാവരും വന്നതിലും പങ്കെടുത്തതിലൊക്കെ. പിന്നെ എടുത്തു പറയാനുള്ളത്, വേണ്ടപ്പെട്ട കുറേ പേർക്ക് നമ്മളുടെ ഒരു ബർത്ത്ഡേ കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുഞ്ഞ് പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കിഡ്സ് പാർട്ടി ആക്കിയത് കൊണ്ട് മാത്രം അങ്ങനെ ആരെയും വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരോട് ഒരുപാട് സോറി. ഇനി ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ മോളുടെ ബർത്ത്ഡേ ഓർത്ത് സ്റ്റാറ്റസ് വെച്ച കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അങ്ങനെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വേഗം തന്നെ വരാം. ഇതിലൊരു കുഞ്ഞു വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് ഇൻസ്റ്റയിലിട്ടൊരു വീഡിയോ ആണ്, പാട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു. പിറന്നാൾ ആഘോഷപ്പിറന്നാൾ അമ്പോട്ടിക്കുട്ടിക്ക് നാൾ പിറന്നാൾ. സന്തോഷപ്പിറന്നാൾ ആഘോഷപ്പിറന്നാൾ